ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മെമ്മറീൻ്റെ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ കേട്ടതാണ്. നമുക്കറിയാം മെമ്മറിയിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ ലൊക്കേഷൻസിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും. നമുക്കിപ്പോൾ മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്പെസിഫൈഡ് ആയിട്ടുള്ള അഡ്രസ്സാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. ദെൻ ആ അഡ്രസ്സിൽ പോയിട്ട് ഡാറ്റ റീഡ് ചെയ്യും അല്ലെങ്കിൽ ആ അഡ്രസ്സിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യും. അപ്പോൾ അഡ്രസ്സാണ് നമുക്ക് മെയിനായിട്ട് ലൊക്കേഷൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ടാണ് നമ്മൾ പറയുന്നത് കണ്ടൻറ് അഡ്രസ്സിബിൾ മെമ്മറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ കണ്ടൻറ് അഡ്രസ്സിബിൾ മെമ്മറിയിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി അഡ്രസ്സ് വെച്ചിട്ടാണല്ലോ സെർച്ച് ചെയ്യുന്നത്. അതിന് പകരം എന്തെങ്കിലും കണ്ടൻറ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നതിനെയാണ് കണ്ടൻറ് അഡ്രസ്സിബിൾ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അഡ്രസ്സിബിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തൗസൻഡ്സ് ആൻഡ് അങ്ങനെ എത്രയെങ്കിലും ലൊക്കേഷൻസ്, മില്യൺസ് ഓഫ് ലൊക്കേഷൻസ് വേണമെങ്കിൽ നമ്മളെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറീൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 216 ബിറ്റ് ആണെങ്കിൽ 216, 32 ആണെങ്കിൽ 232, അങ്ങനെ എത്ര ബിറ്റാണെന്ന് വെച്ചാൽ അത്രയും ലൊക്കേഷൻസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് കണ്ടൻറ് അഡ്രസ്സിബിൾ എന്ന് പറയുമ്പം കണ്ടൻറ് ആയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയും അഡ്രസ്സിബിൾ ലൊക്കേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മാച്ച് ഒക്കെ അറിയുന്നത്. കണ്ടൻ്റ് ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റും മെമ്മറിയിലെ കണ്ടൻറ്റും തമ്മിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലൊക്കേഷൻസിൽ കണ്ടൻറ്റ് എന്ത് ചെയ്താൽ മതി, കണ്ടൻറ്റ് മാത്രം സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം അഡ്രസ്സ് സെർച്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, കണ്ടൻറ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ടൈം റിക്വയർഡ് ടു സെർച്ച് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അസോസിയേറ്റീവ് മെമ്മറിയുടെ ഹാർഡ്വെയർ അസോസിയേഷനാണ്. ബ്ലോക്ക് ഡയഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാമാണ് വരക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിനെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻറ്റ്സ് നോക്കുക. അസോസിയേറ്റീവ് മെമ്മറി അറേ ആൻഡ് ലോജിക് ആണ്. ഇതിൻ്റെ അകത്ത് വേർഡ്സ് അതുപോലെ തന്നെ ബിറ്റ്സ് പെർ വേർഡ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ റീഡ് സിഗ്നൽ അതുപോലെ തന്നെ റൈറ്റ് സിഗ്നലും കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യേണ്ട ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ അകത്ത് മാച്ച് രജിസ്റ്റർ എന്ന് പറയുന്നത് മാച്ച് ആണോ അല്ലയോ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കീ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ ഉണ്ട്. ഇത്രയാണ് നിങ്ങളുടെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ അകത്ത് വരുന്ന കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ ഉണ്ടാവും. ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ n ബിറ്റിലാണ് ഉണ്ടാവുക. അതുപോലെ കീ രജിസ്റ്റർ ഉണ്ട്. കീ രജിസ്റ്ററും അതുപോലെ തന്നെ n ബിറ്റാണ്. അസോസിയേറ്റീവ് അറേ ആൻഡ് ലോജിക് എന്ന് പറയുന്നത് വേർഡ്സാണ് ഉണ്ടാവുക. അതിൽ ഓരോ വേർഡ്സും n ബിറ്റ് ആയിരിക്കും. ദെൻ മാച്ച് രജിസ്റ്റർ എന്ന് പറയുന്നത് m ബിറ്റ് ആണ്. ഓരോ വേർഡും മാച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിലെ ബിറ്റ്സ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് n ബിറ്റ് ലോങ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് ആയിരിക്കും. ദെൻ കീ രജിസ്റ്ററിൽ ഒരു മാസ്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടാകും. അതായത് ഏതെല്ലാം ബിറ്റ് കമ്പയർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കീ രജിസ്റ്ററാണ്. കീ രജിസ്റ്ററിൽ ഏതൊക്കെ ബിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് രജിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ അസോസിയേറ്റീവ് മെമ്മറിയിലെ ബിറ്റും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു 4 ബിറ്റാണ് ഉള്ളതെങ്കിൽ 4 ബിറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൽ ഒരു 4 ബിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ അസോസിയേറ്റീവ് മെമ്മറിയിലും ഒരു 4 ബിറ്റ് ഉണ്ടാവും. ഇപ്പോൾ കീ രജിസ്റ്ററിലും അതുപോലെ തന്നെ ഒരു 4 ബിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 4 ബിറ്റ് കീ രജിസ്റ്ററിലെ ഫസ്റ്റ് ബിറ്റ് സെറ്റ് ആണെങ്കിൽ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലെ ഫസ്റ്റ് ബിറ്റും അതുപോലെ തന്നെ അസോസിയേറ്റീവ് മെമ്മറിയിലെ ഫസ്റ്റ് ബിറ്റും കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് ബിറ്റും കീ രജിസ്റ്ററിലെ സെക്കൻഡ് ബിറ്റ് സെറ്റ് ചെയ്തിട്ടാണുള്ളതെങ്കിൽ സെക്കൻഡ് ബിറ്റും കമ്പയർ ചെയ്യും. തേർഡ് ബിറ്റും ഫോർത്ത് ബിറ്റും റീസെറ്റ് 0 ആണെങ്കിൽ രണ്ടും കമ്പയർ ചെയ്യില്ല. അപ്പോൾ കമ്പാരിസൺ കഴിഞ്ഞിട്ടാകുമ്പം ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലും അതുപോലെ തന്നെ അസോസിയേറ്റീവ് മെമ്മറിയിലും രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഈക്വൽ ആയിട്ടാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ മാച്ച് രജിസ്റ്ററിലെ ഇപ്പോൾ വേർഡ്സിലുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് വേർഡാണ് നമ്മൾ കമ്പയർ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് സെറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് വേർഡ് ഇൻ അസോസിയേറ്റീവ് മെമ്മറി ആൻഡ് ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണ് വന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യും. അപ്പോൾ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബിറ്റ്സും സെറ്റ് ചെയ്ത് മീൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇത് ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ ആണ്, ദെൻ കീ രജിസ്റ്റർ ആണ്. ഇത് 2 വേർഡ്സ് ആണുള്ളത്. നമ്മൾ പിന്നെ അസോസിയേറ്റീവ് മെമ്മറിയിൽ 2 വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വേർഡ് നോക്കുക. ഫസ്റ്റ് വേർഡ് 100,
111100 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വേർഡ് 101000001 ആണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻറ്റും അതുപോലെ ഈ വേർഡ് വാല്യൂസും ആണ് കമ്പയർ ചെയ്യുന്നത്. കമ്പാരിസൺ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? കീ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത്, കീ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമേ കമ്പാരിസൺ നടക്കൂ. അപ്പോൾ ഇവിടെ നോക്കുക, 3 ബിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ള ബിറ്റ്സ് ഒക്കെ റീസെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം റീസെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലെ ഫസ്റ്റ് ബിറ്റും വേർഡിലെ ഫസ്റ്റ് ബിറ്റും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പം ഈക്വൽ ആണ്. ദെൻ അടുത്ത ബിറ്റും കമ്പയർ ചെയ്യും, ഈക്വൽ ആണ്. തേർഡ് ബിറ്റും ഇതിൻ്റെ അകത്തെ തേർഡ് ബിറ്റും കമ്പയർ ചെയ്യും, അൺഈക്വൽ ആണ്. അപ്പോൾ അതായത് ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻറ്റും നിങ്ങളുടെ മെമ്മറി വേർഡും നോ മാച്ച് ആണ്. അപ്പോൾ അതവിടെ നിങ്ങളുടെ മാച്ച് രജിസ്റ്ററിൻ്റെ അകത്ത് 0 സെറ്റ് ചെയ്ത് കൊടുക്കും, അതായത് ഫസ്റ്റത്തെ വേർഡ് മാച്ച് ചെയ്തിട്ടില്ല. ദെൻ സെക്കൻഡ് വേർഡ് എടുക്കും. സെക്കൻഡ് വേർഡ് ഫസ്റ്റ് ബിറ്റും കമ്പയർ ചെയ്യും, ഈക്വൽ ആണ്. സെക്കൻഡ് ബിറ്റും കമ്പയർ ചെയ്യും, ഈക്വൽ ആണ്. തേർഡ് ബിറ്റും കമ്പയർ ചെയ്യും, ഈക്വൽ ആണ്. ഫോർത്ത് ബിറ്റ് നോക്കുക, ഫോർത്ത് ബിറ്റ് അൺഈക്വൽ ആണ്, പക്ഷേങ്കിൽ ഇവിടെ ഒരു കമ്പാരിസൺ നടക്കില്ല, കാരണം ഇത് 0 ആണ്. 0 ആയിരിക്കുന്ന സമയത്ത് കമ്പാരിസൺ നടക്കില്ല. അപ്പോൾ ഇവിടെ ഈ 3 ബിറ്റ് മാത്രം കമ്പയർ ചെയ്യും, ഈ 3 ബിറ്റും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആണ്. അതുകൊണ്ട് വേർഡും ആർഗ്യുമെൻറ്റ് രജിസ്റ്ററും മാച്ച് ചെയ്തു എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു പിക്ചോറിക്കൽ വ്യൂ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുക, ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൻ്റെ അകത്തെ കണ്ടൻറ്റ് കീ വാല്യൂ രണ്ടും കീ വാല്യൂ 1 ആണോ നോക്കും. 1 ആണെങ്കിൽ ആർഗ്യുമെൻറ്റ് കണ്ടൻറ്റും വേർഡ് 1ലെ ഫസ്റ്റ് കണ്ടൻറ്റ് കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ വേർഡ് 1ലെ സെക്കൻഡ് കണ്ടൻറ്റ്, തേർഡ് കണ്ടൻറ്റ്, അങ്ങനെ nth കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ആ nth കണ്ടൻറ്റ് വരെ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യും. എപ്പോൾ മാത്രം? കീ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ മാത്രം കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാച്ച് ആണെങ്കിൽ കറസ്പോണ്ടിങ് എമ്മിൻ്റെ ആ ബിറ്റ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ദെൻ അടുത്ത വേർഡ് എടുക്കും. അടുത്ത വേർഡിൻ്റെ ഓരോ ബിറ്റും ആർഗ്യുമെൻറ്റ് രജിസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യും. മാച്ച് ആണെങ്കിൽ സെറ്റ് ചെയ്യും, അൺമാച്ച് ആണെങ്കിൽ റീസെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സെറ്റും റീസെറ്റും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എമ്മിൻ്റെ വേർഡ്സ് കിട്ടും. സെറ്റായിരിക്കുന്ന സമയത്ത്, അതായത് മാച്ച് ആയിരിക്കുന്ന സമയത്ത് 1 ആയിരിക്കും, അൺമാച്ച് ആയിരിക്കുന്ന സമയത്ത്, നോ മാച്ച് വരുന്ന സമയത്ത് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി വേർഡ് നിങ്ങൾക്ക് ഇവിടുന്ന് അവൈലബിൾ ആവും, മാച്ച് രജിസ്റ്ററിൻ്റെ വേർഡ് അവൈലബിൾ ആവും. അപ്പോൾ അതിൻ്റെ നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ പിക്ചോറിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ക്യാഷ് മെമ്മറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്യാഷ് മെമ്മറി എന്താണ്? ഹൈ സ്പീഡ് മെമ്മറിയാണ്, ലിമിറ്റഡ് സ്റ്റോറേജ് ആണ്. നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെയും മെമ്മറിൻ്റെയും ഇടയിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റാസ് ക്യാഷ് മെമ്മറിയിലാണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ക്യാഷ് മെമ്മറീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു ടേമാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലൂപ്പ് ഇപ്പോൾ ഒരു 1 to 1000 വരെ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 to 10,000 ടൈംസ് ലൂപ്പ് ഐട്രേറ്റ് ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? സെയിം കോഡ് തന്നെ ഒരു 1000 ടൈം അല്ലെങ്കിൽ 10,000 ടൈം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സെയിം കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറീൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും ഈ കോഡൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു 5 ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ 5 ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷൻ തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ലോക്കലൈസ്ഡ് ഏരിയയിൽ നമ്മുടെ മെമ്മറി ഓപ്പറേഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഒരു സബ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു സബ് റുട്ടീനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ റിക്കേഴ്സീവ് ഫംഗ്ഷനൊക്കെ പോലെ റിപ്പീറ്റഡ് ആയിട്ടൊരു ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ മാത്രമേ നമ്മൾ റിപ്പീറ്റഡ്ലി ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? മെമ്മറി റെഫറൻസ് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ലോക്കലൈസ് ആയി പോകും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനെയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് പറയുന്നത്. ആ ഓപ്പറേഷനെയാണ് ലോക്കലൈസ്ഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു മെമ്മറീൻ്റെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻസിലേക്ക് അതിനെ ലോക്കലൈസ് ചെയ്തിട്ട് പോവുക, അതിനെയാണ് ലോക്കലൈസ്ഡ് മെമ്മറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ മെയിൻ മെമ്മറി ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ടൈമിൽ ഒരു റൗണ്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു, അടുത്ത റൗണ്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും മെയിൻ മെമ്മറി പോയിട്ട് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ഫെച്ച് ചെയ്യുമ്പോഴും നമുക്ക് എന്താ, സെയിം ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഫെച്ച് ചെയ്യുന്നത്, പക്ഷേ മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ടൈം.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് മെമ്മറി യൂസ് ചെയ്യാം. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഫാസ്റ്റ് മെമ്മറി ആണ്. പിന്നെ റിലേറ്റഡ്ലി സ്മോൾ സൈസ് ആണ്. കാരണം നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ അറ്റ് എ ടൈം ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു 1000 ടൈം ഒരു 5 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 5 ഇൻസ്ട്രക്ഷനെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ക്യാഷ് മെമ്മറിയിലേക്ക് ഈ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതിനേക്കാളും സ്പീഡായിട്ട് നമുക്ക് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചും കൂടി എക്സിക്യൂഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടി പറ്റും ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്ത്. ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്, അതായത് ലോക്കലൈസ്ഡ് ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൂപ്പ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സബ് റൂട്ടീൻസ് ഒക്കെ വരുന്ന സമയത്ത്. ഇനി ക്യാഷ് മെമ്മറിയിൽ നമ്മളൊരു ഡാറ്റ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ അവൈലബിൾ ആവാം. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയിൽ ചിലപ്പോൾ ഡാറ്റ ഇല്ലാതിരിക്കാം. ഇല്ലാതിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ മെയിൻ മെമ്മറി പോയിട്ട് ഫെച്ച് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ 2 ചാൻസസാണ് ഉള്ളത് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ അവൈലബിൾ ആവാം. അതിനെയാണ് നമ്മൾ ഹിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഡാറ്റേനെ ഹിറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ അന്വേഷിക്കുന്ന ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ പ്രസൻ്റ് അല്ല എങ്കിൽ എന്ത് വരും? ക്യാഷ് മിസ് വരും. ക്യാഷ് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പ്രസൻ്റ് ആണ്. ക്യാഷ് മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പ്രസൻ്റ് അല്ല. അപ്പോൾ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റ്സ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ CPU റെഫറൻസ് ടു ദ മെമ്മറി. അതായത് നമ്മൾ എത്ര ഡാറ്റാസ് നമുക്ക് മെമ്മറിയിൽ നിന്ന് അവൈലബിൾ, ക്യാഷ് മെമ്മറിയിൽ നിന്ന് അവൈലബിൾ ആയി, അതാണ് ഹിറ്റ് എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര മെമ്മറി റെഫറൻസ് നടത്തി. ഇപ്പോൾ നമ്മളൊരു 10 മെമ്മറി റെഫറൻസ് നടത്തി, അതിൻ്റെ അകത്തൊരു 5 ഡാറ്റയാണ് നമുക്ക് പിന്നെ ഹിറ്റ് ചെയ്തത്, അതായത് ക്യാഷ് മെമ്മറിയിൽ നിന്ന് അവൈലബിൾ ആയത്. അപ്പോൾ 5/10 വരും. അതായത് 1/2 വരും നമ്മുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ടേം പഠിക്കാനുള്ളത് മാപ്പിംഗ് ആണ്. അതായത് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ടു ക്യാഷ് മെമ്മറി ഈസ് റെഫേർഡ് ടു ആസ് എ മാപ്പിംഗ് പ്രോസസ്സ്. അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷ് മെമ്മറിയിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിംഗ് മെയിനായിട്ട് 3 ടൈപ്പ് മാപ്പിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അസോസിയേറ്റീവ് മാപ്പിംഗ്, ഡയറക്റ്റ് മാപ്പിംഗ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. Okay.